കടബാധ്യതയുള്ള പ്രവാസികൾ രാജ്യം വിടുന്നത് തടയാൻ കർശന നീക്കം. സുപ്രധാന നിയമ ഭേദഗതി നിർദ്ദേശം ബഹ്റൈൻ പാർലമെന്റ് ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നു. ഒരു വ്യക്തിക്ക് മേൽ പരമാവധി 3 മാസത്തേക്കാണ് നിലവിലെ നിയമമനുസരിച്ച് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ സാധിക്കുന്നത്. വീണ്ടും പ്രവാസികൾക്ക് കടുംവെട്ട്. യാത്ര ചെയ്യാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അതെ, സാമ്പത്തിക ബാധ്യതകൾ തീർക്കാതെ പ്രവാസികൾ രാജ്യം വിടുന്നത് തടയുന്നതിനായി ഇപ്പോൾ നിയമം കടുപ്പിച്ചിരിക്കുകയാണ് ബഹ്റൈൻ. കടബാധ്യതയുള്ള വിദേശികൾക്ക് ഏർപ്പെടുത്തുന്ന യാത്രാവിലക്കിന്റെ കാലാവധി പരിധിയില്ലാതെ നീട്ടാനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് അനുമതി നൽകുന്ന സുപ്രധാന നിയമ ഭേദഗതി പാർലമെന്റ് ചൊവ്വാഴ്ച ചർച്ച ചെയ്യാൻ നിൽക്കുകയാണ്. നിലവിൽ കൊമേഴ്ഷ്യൽ നിയമത്തിലെ ആർട്ടിക്കിൾ 40 മാറ്റം വരുത്തിക്കൊണ്ടുള്ള 2 കരട് നിയമങ്ങളാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. കടബാധ്യതകൾ തീർക്കാതെ രാജ്യം വിടുന്നത് തടയുന്നതിനും പൊതുക്രമത്തിന് ഭീഷണിയാകുന്ന പ്രവാസികളെ നാടുകടത്താനുള്ള സർക്കാരിന്റെ അധികാരം സംരക്ഷിക്കുന്നതിനുമായുള്ള നിർണായകമായ നീക്കമാണ് ഇപ്പോൾ ബഹ്റൈൻ പാർലമെന്റ് ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത്. നിലവിലെ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് 3 മാസത്തേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താനും അത് പരമാവധി 3 തവണ പുതുക്കാനുമാണ് അധികാരമുള്ളത് ജഡ്ജിക്ക്. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം യാത്രാവിലക്ക് ഏർപ്പെടുത്താനുള്ള കാരണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം എത്ര തവണ വേണമെങ്കിലും അത് പുതുക്കാൻ സാധിക്കും. ഇതിനു പുറമെ പ്രത്യേക ഫീസും ഈടാക്കില്ല. യാത്രാവിലക്ക് നിലവിലുണ്ടെങ്കിലും ഒരു പ്രവാസിയെ നാടുകടത്താൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് യാത്രാവിലക്ക് തടസ്സമാകില്ല എന്നും ഓർക്കണം. കൂടാതെ രാജ്യസുരക്ഷ പരിഗണിച്ചോ മറ്റോ അധികൃതർ വിദേശികളോട് രാജ്യം വിടാൻ ആവശ്യപ്പെടുന്ന സാഹചര്യം വന്നാൽ അത് ബാധകമായിരിക്കുമെന്നും ശ്രദ്ധിക്കണം. പ്രവാസികളെ നാടുകടത്താനുള്ള സർക്കാരിന്റെ അധികാരത്തെ ഈ യാത്രാവിലക്ക് ബാധിക്കില്ല എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. അതുമാത്രമല്ല, കടം വീട്ടാൻ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെക്കുന്നവർക്കും തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കുമെതിരെ ഇനി മുതൽ ക്രിമിനൽ അന്വേഷണം നടത്താനും പുതിയ നിയമം പറയുന്നുണ്ട്. ഇത് നീതി നടപ്പാക്കുന്നത് തടസ്സപ്പെടുത്തുന്ന ഗുരുതരമായ കുറ്റമായാണ് കണക്കാക്കുന്നത്. നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് തടയുന്നതിനോടൊപ്പം തന്നെ കടം നൽകിയവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പുതിയ ഭേദഗതി ലക്ഷ്യമിടുന്നു. ബഹ്റൈൻ പാർലമെന്റ് ചർച്ച ചെയ്ത് പുതിയ ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചാൽ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 6 മാസത്തിന് ശേഷം പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.